33-ാമത്തെ അധ്യായത്തെ പുറപ്പാട് 33. അവരുടെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടം, സീനായ് മരുഭൂമി വിട്ട് മുമ്പോട്ടുള്ള യാത്ര. സീനായിൽ വെച്ചാണ് അവർക്ക് കൽപ്പനയെല്ലാം കിട്ടുന്നത്. 33-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതിൻ്റെ പാരഗ്രാഫിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: കർത്താവ് ജനത്തോട് കൂടെ. അവരിനി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേട്ട്, കൽപ്പനകൾ കേട്ട്, സീനായ് മരുഭൂമി വിട്ട് കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുമ്പോൾ ആ ജനത്തോട് കർത്താവ് വീണ്ടും വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം. 33-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാവോ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. ഐ വിൽ കം വിത്ത് യു. ഞാൻ തന്നെ നിന്റെ കൂടെ വരും. അതിനുശേഷമുള്ളൊരു പ്രാർത്ഥനയുണ്ട്, മോസസ് പ്രയർ എന്ന് പറഞ്ഞൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. മോശ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുക. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങളെ വിടരുത്. ഈ ഡിസിഷൻ മേക്കിംഗ്, കർത്താവിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കൺഫ്യൂഷനൊക്കെ വരുമ്പോഴത്തേനും ഈ പ്രാർത്ഥനയ്ക്ക് ചെല്ലിക്കണം. കർത്താവേ, അങ്ങ് കൂടെ വരുമെങ്കിൽ എന്നെ ഈ രാജ്യത്തേക്ക് പറഞ്ഞയക്കുക. അങ്ങ് വരുന്നില്ലെങ്കിൽ എന്നെ വിടരുത്. ജോലിയുടെ ഓപ്ഷൻ 1, 2, 3. കല്യാണത്തിൻ്റെ ഓപ്ഷൻ 4, 5, 6. എല്ലാം നല്ല ആലോചനകളാണ്, എല്ലാം നല്ല ജോലികളാണ്, എല്ലാം നല്ല കോഴ്സുകളാണ്. എന്ത് തിരഞ്ഞെടുക്കും? ജീവിതത്തിൽ കൺഫ്യൂഷൻ അടുപ്പിക്കും. എന്ത് തിരഞ്ഞെടുക്കും? ഒറ്റ പ്രാർത്ഥന, നിഷ്കളങ്കതയോട് കൂടിയുള്ള ഒരു ദൈവഭക്തന്റെ, ഒരു ദൈവ ആരാധകന്റെ പ്രാർത്ഥന ഇതാണ്: അങ്ങ് കൂടെ വരുമെങ്കിൽ എന്നെ അങ്ങോട്ട് വിട്ടേക്കുക. അങ്ങനെ കൂടെ വരുന്നില്ലെങ്കിൽ പോണ്ട, ഞാനിവിടെ നിന്നോളാം. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അസാമാന്യമായ ഒരു ട്രസ്റ്റ് വേണം കേട്ടോ അതിനകത്ത്, അസാമാന്യമായ ഒരു ആശ്രയത്വം. കർത്താവ് ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും ഒരു ഹയർ ലെവൽ ഓഫ് ട്രസ്റ്റ് ഉണ്ടെങ്കിലേ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. മോശ അത് പ്രാർത്ഥിച്ചു. കർത്താവ് വാഗ്ദാനം കൊടുത്തു: ഞാൻ തന്നെ നിന്റെ കൂടെ വരും, നിനക്ക് ആശ്വാസം തരും. പറഞ്ഞേ ഹല്ലേലൂയ.